ഹായ് ഗായ്സ്, വെൽക്കം ടു വെറാന്തറേസ് മലയാളം യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് CGL-ൻ്റെ ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ തേർഡ് പാർട്ടാണ്, അതായത് റിലേറ്റീവ് സ്പീഡ്. നമ്മൾ ആദ്യം ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഇന്ന് ജനറൽ ഒരു ഓവർവ്യൂവിൽ ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആവറേജ് സ്പീഡ്, അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ റിലേറ്റീവ് സ്പീഡ് നോക്കുന്നു. അത് കഴിഞ്ഞിട്ട് പ്രോബ്ലംസ് ഓൺ ട്രെയിൻസും ബോട്ട് ആൻഡ് സ്ട്രീംസും സെപ്പറേറ്റ് കാണാം. അപ്പോൾ ഇത്രയും സെക്ഷനിൽ നിന്ന് നമ്മൾ 50 ക്വസ്റ്റ്യൻ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മേക്ക് ഷുവർ ടു വാച്ച്, സപ്പോർട്ട് ആൻഡ് ലേൺ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ പറഞ്ഞേക്കുന്നത് എന്തുവാ? ഒരു ട്രെയിനുണ്ട്, ആ ട്രെയിൻ X km/h ട്രാവൽ ചെയ്യുകയാണ്. അത് 200 മീറ്റർ ലോങ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമിൽ കൂടെ കടന്നു പോകാനായിട്ട് 30 സെക്കൻഡ് എടുക്കും. ആ സെയിം ട്രെയിൻ തന്നെ വേറൊരാളെ ഓവർടേക്ക് ചെയ്യാനായിട്ട്, ഒരാൾ സെയിം ഡയറക്ഷനിൽ നടന്നു പോകുന്ന ഒരാളെ ഓവർടേക്ക് ചെയ്യാനായിട്ട് എത്ര 20 സെക്കൻഡ്സ് എടുക്കും. ആൻഡ് ആ മനുഷ്യൻ്റെ വേഗത എന്ന് പറയുന്നത് 6 km/h. അപ്പം ഞാനിപ്പോൾ ഒരു ട്രെയിനിൻ്റെ സെയിം ഡയറക്ഷനിലൂടെ പോവുകയാണെങ്കിൽ ആ ട്രെയിൻ പതിയെ പോകുന്നതായിട്ട് തോന്നും. ആക്ച്വലി സ്പീഡുണ്ട്, ബട്ട് ആ ഒരു റിലേറ്റീവ് സ്പീഡെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ആ ട്രെയിനിൻ്റെ ഒപ്പം സഞ്ചരിക്കുകയാണെങ്കിൽ കുറച്ച് സ്പീഡ് കുറഞ്ഞതായിട്ട് തോന്നും. എപ്പോൾ കമ്പയർഡ് ടു ഞാൻ ആ ട്രെയിനിന് ഓപ്പോസിറ്റ് പോവുകയാണെങ്കിൽ, ട്രെയിനിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഞാൻ പോവുകയാണെങ്കിൽ ആ ട്രെയിനിന് കുറച്ചുകൂടെ സ്പീഡ് കൂടിയതായിട്ട് എനിക്ക് തോന്നും. അപ്പോൾ ആ ഒരു ഐറ്റത്തെയാണ് സംഭവത്തെയാണ് നമ്മൾ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത്. എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നമ്മുടെ മൂവിങ് ഒബ്ജക്റ്റിന് ഓപ്പോസിറ്റ് വരുന്ന ഒരു പൊടിക്ക് സ്പീഡ് കൂടുതലായിട്ട് പോകുന്ന പോലെ തോന്നും, റിലേറ്റീവ് സ്പീഡായിരിക്കും അത്. ആൻഡ് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അതിൻ്റെ വേഗത കുറഞ്ഞതായിട്ട് തോന്നും. അപ്പോൾ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ റിലേറ്റീവ് സ്പീഡ് രണ്ട് ഇൻഡിവിജ്വൽ സ്പീഡ്സിന് ഡിഫറൻസ് ആയിരിക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ രണ്ട് വസ്തു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുകയാണെങ്കിൽ അവരുടെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സ്പീഡുകളുടെ സം ആയിരിക്കും. ഇപ്പോൾ നോക്കി, ഇവിടെ ട്രെയിന് ഒരു ബ്രിഡ്ജിനെ കടക്കുക എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ ലെങ്ത് ഇറ്റ് സെൽഫ് പ്ലസ് ബ്രിഡ്ജിൻ്റെ ലെങ്ത്. അപ്പോൾ ട്രെയിനിൻ്റെ ലെങ്ത് T ആണെങ്കിൽ T + 200, അത് സഞ്ചരിക്കാനെടുത്ത സമയം ബൈ 30. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്യാൻ നേരം എൻ്റെ സ്പീഡ് കിട്ടും. അതായത് സ്പീഡ് X km/h, അതിനെ m/s ആക്കാൻ × 5/18 ചെയ്യണം. ഇത് ഇന്ന് ട്രെയിനിൻ്റെ ലെങ്ത് എത്ര കിട്ടും? 150x/18 - 200 എന്ന് കിട്ടും. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നേരം, കാരണം 30 ഇപ്പുറത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരം 30 × 5x 150x/18 - 200. ഈ സെയിം രീതിയിൽ നോക്കിയേ, ഒരു മനുഷ്യനെ ക്രോസ് ചെയ്യാൻ നേരം ട്രെയിൻ കവർ ചെയ്യുന്ന ലെങ്ത് എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ ലെങ്ത് തന്നെ. മനുഷ്യൻ്റെ ഇപ്പം എന്നെ കവർ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള വിഡ്ത്ത് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അത് നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ ട്രെയിനിൻ്റെ ലെങ്ത് തന്നെ ആയിരിക്കും ട്രെയിൻ കവർ ചെയ്യുന്നത് വിത്ത് റെഫറൻസ് ടു ആ മനുഷ്യൻ. അപ്പോൾ ട്രെയിനിൻ്റെ ലെങ്ത് ബൈ, അതായത് രണ്ടാമത്തെ കേസിൽ ഡിസ്റ്റൻസ് T ആയിരിക്കും, ലെങ്ത് ഓഫ് ട്രെയിൻ ആയിരിക്കും. അതേ ബൈ ടൈം ഈസ് ഈക്വൽ ടു നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? റിലേറ്റീവ് സ്പീഡ് ആയിരിക്കും. അതായത് ടൈം ടേക്കൻ ടു ക്രോസ് എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ റിലേറ്റീവ് സ്പീഡ് അല്ലേ? അപ്പോൾ ഇവിടെ 20 സെക്കൻഡാണ് ക്രോസ് ചെയ്യാനെടുത്ത സമയം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ ലെങ്ത് തന്നെ. റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് ട്രെയിനിൻ്റെത് X km/h ആണ്, മാനിൻ്റെത് 6 km/h. അപ്പോൾ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അവരുടെ റിലേറ്റീവ് സ്പീഡ് X - 6. അപ്പം സഞ്ചരിച്ച ഡിസ്റ്റൻസേ ബൈ രണ്ടാൾക്കാർ തമ്മിൽ ഇനിഷ്യലി എത്ര സെപ്പറേഷൻ ഉണ്ടല്ലേ അവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസേ ബൈ അവരുടെ റിലേറ്റീവ് സ്പീഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ രണ്ട് വ്യക്തികൾ ക്രോസ് ചെയ്യാൻ അല്ലെങ്കിൽ മീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം നമുക്ക് കിട്ടും. അതല്ല 20 സെക്കൻഡ്. അപ്പം
ഇതിനെ ഇൻറ്റു 5/18 ചെയ്യുമ്പോൾ എനിക്ക് മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരം എനിക്ക് t/20 = x - 6 × 5/18 വരും. ഇതിൽ നിന്ന് t എത്രയാണെന്ന് കണ്ടുപിടിക്കുമ്പോൾ t = x - 6 × 100/100 എന്ന് വരും, 18 എന്ന് വരും. അപ്പോൾ രണ്ട് സൈഡിലും റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന ട്രെയിനിൻ്റെ ലെങ്ത് അല്ലേ, ഇതും കൂടെ ഇക്വേറ്റ് ചെയ്യുക. ആൻഡ് ഫൈനലി നമുക്ക് എന്ത് വരും? 150x ചെയ്ത് 100x അല്ലേ, പോകാൻ നേരം 50x പ്ലസ് 600/18 = 200. അതായത് 50x പ്ലസ് 600 = 3600. അതായത് 600 നിന്ന് 3600 നിന്ന് 600 പോകുമ്പോൾ 3000. 50x = 3000. ദാറ്റ് മീൻസ് x = 60 km/h. ഓപ്ഷൻ 4 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും ടൈം ടേക്കൺ ടു ക്രോസ് ഈച്ച് അതർ എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസേ, അവർ തമ്മിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ്, രണ്ടുപേര് തമ്മിൽ ഇങ്ങനെ ഒറ്റ ടൈമിൽ ഇപ്പോൾ സ്റ്റാർട്ട് എന്ന് പറയാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഇവർ ക്രോസ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഇവർ ഇനിഷ്യലി ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നവർ ഇവർ തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ ആ ഡിസ്റ്റൻസേ ബൈ റിലേറ്റീവ് സ്പീഡ്. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ രണ്ടുപേരുടെയും ഇൻഡിവിജ്വൽ സ്പീഡിൻ്റെ സമ്മായിരിക്കും. സെയിം ഡയറക്ഷനിലാണെങ്കിൽ, ഇതിപ്പം സെയിം ഡയറക്ഷനിലാണ് ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം ചോദിച്ചേക്കുന്നതെങ്കിൽ ഇവിടുത്തെ റിലേറ്റീവ് സ്പീഡ് അവരുടെ ഇൻഡിവിജ്വൽ സ്പീഡിൻ്റെ ഡിഫറൻസ് ആയിരിക്കും. അത് നോട്ട് ചെയ്തോളൂ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്സ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ടൈം ടേക്കൺ ടു ക്രോസ് ഈ ഇക്വേഷനകത്ത് തന്നെ ഇട്ട് കൊടുത്താൽ മതി. അതായത് രണ്ട് ഡോങ്കീസ് ഉണ്ട്, അവർ തമ്മിൽ ഇനിഷ്യലി ഉള്ള സെപ്പറേഷൻ ഇവിടെ ഇത്ര ഇങ്ങനെ നിൽക്കുകയാണ്, 400 മീറ്റർ ആണ്. ഒരാളുടെ സ്പീഡ് 2 m/s, ഒരാളുടെ സ്പീഡ് 3 m/s. ഇവർ ഇങ്ങനെ വന്ന് ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എപ്പോഴും അവർ ഇനിഷ്യലി എത്ര ഡിസ്റ്റൻസിലാണോ സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്നത് ആ ഡിസ്റ്റൻസേ ബൈ റിലേറ്റീവ് സ്പീഡ്. റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ആൾക്കാർ വരുമ്പോഴാണ് നമ്മൾ റിലേറ്റീവ് സ്പീഡ് പറയുന്നത്. അതും നമുക്ക് ഫീൽ ചെയ്യുന്ന സ്പീഡായിരിക്കും. അതായത് രണ്ട് പേരും കൂടെ ഒരുമിച്ച് ഈ ഡിസ്റ്റൻസ് അറ്റ് ദ സെയിം ടൈം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കവർ ചെയ്യാൻ എടുക്കുന്ന സമയം. ടൈം ടേക്കൺ ടു ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഇത് രണ്ട് പേരും കൂടെ ഒരുമിച്ച് കവർ ചെയ്ത ഡിസ്റ്റൻസ് ആണ്. അതിന് വേണ്ട സ്പീഡ് അവരുടെ റിലേറ്റീവ് സ്പീഡായിരിക്കും. അപ്പം സെയിം ഡയറക്ഷൻ ആണെങ്കിൽ മൈനസ് ചെയ്യണം. ഇവർ രണ്ടുപേരും ക്രോസ് ഈച്ച് അതർ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ മൂവ് ചെയ്യുന്നത്. മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വരികയാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഇൻഡിവിജ്വൽ സ്പീഡ്സിൻ്റെ സം എടുക്കുമ്പോഴാണ് റിലേറ്റീവ് സ്പീഡ് വരുന്നത്. അതായത് റിലേറ്റീവ് സ്പീഡ് ഇവിടെ 3 + 2 5 m/s എന്ന് തോന്നും. അതായത് ഇവിടെ നിൽക്കുന്ന ഡോങ്കിക്ക് ഈ എതിരെ പോകുന്നയാൾ 5 m/s പോവുകയാണെന്ന് തോന്നും. അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന ആൾക്കും ഈ ഡോങ്കി ക്രോസ് ചെയ്യാൻ നേരം ഇയാൾ 5 m/s പോവുകയാണെന്ന് തോന്നും, ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ 400/5 80 സെക്കൻഡ് ആയിരിക്കും ടൈം ടേക്കൺ ടു ക്രോസ്. ഓപ്ഷൻ 2 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്സ്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ,
അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചേക്ക് നമ്മൾ റേഷ്യോ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നോക്കിയേ, 40 കിലോമീറ്റർ ആണ് എയും ബിയും ഉണ്ട്, രണ്ടുപേരും 40 കിലോമീറ്റർ ട്രാവൽ ചെയ്യുകയാണ്. അപ്പോൾ രണ്ടുപേരും എടുത്ത സമയം നമ്മൾ നോട്ട് ചെയ്തു. അപ്പോൾ എന്ത് മനസ്സിലായി? എ 2 hours മോർ ദാൻ ബി ടേക്ക് ചെയ്യും വെൻ ഇറ്റ് കംസ് ടു 40 കിലോമീറ്റർ ട്രാവലിംഗ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത് രണ്ടാമത്തെ കേസ് എന്തുവാ പറഞ്ഞേക്കുന്നത്? എയുടെ സ്പീഡ് ഡബിൾ ചെയ്യുകയാണെങ്കിൽ എപ്പോൾ 80 കിലോമീറ്റർ ആണ് ഇനി അവർ ഓടാൻ പോകുന്നത്. ആ സമയത്ത് എയുടെ സ്പീഡ് ഡബിൾ ചെയ്തു. അപ്പോൾ എക്ക് 1.5 മണിക്കൂർ കൂടുതൽ എടുക്കേണ്ടി വന്നു ബി എടുക്കുന്ന സമയത്തേക്കാൾ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കേസിൽ 80 കിലോമീറ്റർ അല്ല പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ആദ്യത്തെ കേസ് നമ്മൾ 80 കിലോമീറ്റർ ആണെങ്കിൽ അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ആദ്യത്തെ കേസ് 40 കിലോമീറ്റേഴ്സ് അല്ലേ? 40 കിലോമീറ്റേഴ്സ് രണ്ടുപേരും ഓടിയപ്പോൾ എക്ക് 2 മണിക്കൂർ കൂടുതൽ വന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 80 കിലോമീറ്റർ ആണെങ്കിലോ, 80 കിലോമീറ്റർ ആണ് രണ്ടുപേരും ഓടിയിരുന്നെങ്കിൽ ഇവിടെ 2 അല്ലേ, അതിൻ്റെ ഇരട്ടി വരും. ഡിസ്റ്റൻസ് ഇരട്ടി ആകുമ്പോൾ അധികം എടുത്ത സമയവും ഇരട്ടി വരും. അതായത് 4 hours ആയിരിക്കും എൻ്റെ സമയം. ബി എടുത്തതിനേക്കാൾ 4 hour എക്സ്ട്രാ ഓടേണ്ടി വരും എ ഫോർ 80 കിലോമീറ്റർ. ഇത് ഈ കേസ് പറയുന്നത് സ്പീഡ് ഡബിൾ ആകുമ്പോൾ, ഇവിടെ എയുടെ സ്പീഡ് മാറിയിട്ടില്ല. ഇവിടെ സ്പീഡ് ഡബിൾ ആകുമ്പോൾ നമുക്ക് കേസ് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇനി നോക്കിയേ, ഇനിഷ്യലും ഫൈനലും സ്പീഡ് ഓഫ് എ ആദ്യം എത്രയാണോ അതിൻ്റെ ഇരട്ടി ആയിരിക്കും രണ്ടാമത്. ഫെ ഡബിൾസ് ഈ സ്പീഡ് എന്ന്. അപ്പോൾ ഇനിഷ്യൽ കേസ്, ഫൈനൽ കേസ്. അപ്പോൾ ഇവിടെ രണ്ടിടത്ത് നമ്മൾ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആക്കിയില്ലേ, 80 കിലോമീറ്റർ തന്നെ ആക്കിയില്ലേ. അപ്പോൾ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. അതായത് ടൈം കൂടുകയാണെങ്കിൽ സ്പീഡ് കുറയണം, സ്പീഡ് കൂടുകയാണെങ്കിൽ ടൈം കുറയണം. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതിൻ്റെ അർത്ഥം റേഷ്യോയിൽ എങ്ങനെ, സ്പീഡിൻ്റെ റേഷ്യോ എന്താണോ അതിൻ്റെ റിവേഴ്സ് റേഷ്യോ, ഇൻവേഴ്സ് റേഷ്യോ ആയിരിക്കും ടൈമിൻ്റെ റേഷ്യോ എന്ന് അർത്ഥം. അപ്പോൾ 1:2 ആണ് എൻ്റെ സ്പീഡിൻ്റെ റേഷ്യോ. ആദ്യം എത്ര ആണോ അതിൻ്റെ ഇരട്ടി ആയിരിക്കും, കാരണം രണ്ടാമത്തെ കേസ് പറയുന്നുണ്ട്. അപ്പോൾ ടൈമിൻ്റെ റേഷ്യോ 2:1. എൻ്റെ ഇനിഷ്യലും ഫൈനലും ടൈമിൻ്റെ റേഷ്യോ 2:1. ആദ്യത്തെ കേസിൽ 2 യൂണിറ്റ് എടുക്കും, രണ്ടാമത്തെ കേസിൽ 1 യൂണിറ്റ് സമയം എടുക്കും. ഇവരുടെ ഡിഫറൻസ്, രണ്ട് കേസിലും ടൈമിൻ്റെ ഡിഫറൻസ് 1 യൂണിറ്റ് ആണ്. അത് എത്ര മണിക്കൂറാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യത്തെ കേസിലെടുത്ത സമയം എത്ര കൂടുതലാണെന്നാണ് പറഞ്ഞത്? ബിയേക്കാൾ 4 മണിക്കൂർ, TB + 4 hour. രണ്ടാമത്തെ കേസിലെടുത്ത സമയം ബിയേക്കാൾ 1.5 hour കൂടുതൽ, TB + 1.5 hour. അപ്പോൾ 2 - 1 എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റീവ്ലി നമുക്ക് ഇതേ മൈനസ് ഇത് ചെയ്യണ്ടേ, TB + 4 മൈനസ് TB + 1.5 ചെയ്യാൻ നേരം TB പോയി. 4 - 1.5 2.5 hours എന്ന് വരും. അതായത് 1 യൂണിറ്റ് എത്ര? 2.5 hours. അപ്പം TB, ഈ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര? TB, ടൈം ടേക്കൺ ബൈ ബി പ്ലസ് 1.5. അപ്പോൾ TB + 1.5 = 2.5 hours. അപ്പോൾ ഇക്വേറ്റ് ചെയ്യാൻ നേരം ടൈം ടേക്കൺ ബൈ ബി എത്ര വരും? 2.5 - 1.5 1 hour വരും. ബി 80 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് 1 മണിക്കൂർ എടുക്കും. അതായത് 1 മണിക്കൂറിൽ 80 കിലോമീറ്റർ സഞ്ചരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? സ്പീഡ് 80 km/h ആയിരിക്കും. ആൻഡ് ടൈം ടേക്കൺ ബൈ ബി, ന്യൂ ടൈം, അതായത് 90 കിലോമീറ്റർ ബി ട്രാവൽ ചെയ്യുകയാണെങ്കിൽ എത്ര സമയം എടുക്കും? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. 90/8 80, 1 × 1/8 hour ആയിരിക്കും. ഓപ്ഷൻ 3 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. കേട്ടോ? ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ. നോക്കിയേ, ഈ ഫോർമുല ആലോചിച്ച് വെച്ചേക്കണം. ഒരെണ്ണം കൂടെ ഉണ്ട്. D = S1 S2 / S1 + S2 × ടോട്ടൽ. ഓക്കെ, അപ്പം നോക്കിയേ, ക്വസ്റ്റ്യനിൽ പറയുന്നത് റൂബി എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്. അയാളൊരു മൾട്ടിപ്ലക്സിലോട്ട് പോകുന്നത് 3 km/h അയാൾ 5 മിനിറ്റ് ലേറ്റ് ആവും. അയാൾ സ്പീഡ് കൂട്ടി 4 km/h പോകുന്നതെങ്കിൽ 5 മിനിറ്റ് നേരത്തെ അയാൾ എത്തും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ആക്ച്വലി എത്തേണ്ട സമയം എത്ര ആയിരുന്നു എന്ന് നമുക്ക് എടുക്കാം, T എന്ന് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഇയാൾ എത്ര ആയിരുന്നു? 3 km/h പോകുമ്പോൾ 3 km/h പോകുമ്പോൾ എടുക്കേണ്ട സമയത്തേക്കാൾ 5 മിനിറ്റും കൂടുതൽ എടുക്കും. രണ്ടാമത്തെ കേസിൽ ഇയാൾ 4 km/h പോകുന്നത്, സ്പീഡ് കൂട്ടി. അപ്പോൾ ആക്ച്വലി T ടൈം കൊണ്ട് എത്തണമായിരുന്നു, അതിനേക്കാൾ 5 മിനിറ്റ് നേരത്തെ എത്തി. അപ്പം ഈ രണ്ട് കേസിൻ്റെയും ഡിഫറൻസ് എത്ര? T + 5 - T - 5.
ഈ രണ്ട് ടൈമുകളുടെ ഡിഫറൻസ് എന്ന് പറയാൻ നേരം ടിയും ക്യാൻസൽ ആയപ്പോൾ 5 - -5 എത്ര ആയിരിക്കും? 10 മിനിറ്റ് ആയിരിക്കും ഈ രണ്ട് കേസിലെയും ടൈമിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ ടൈമിൻ്റെ ഡിഫറൻസ് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന കേസിൽ നമ്മൾ ഡിസ്റ്റൻസ് കാണാൻ ഒരു ഫോർമുല ഉപയോഗിക്കും. S1S2/S2 - S1 × T ഡിഫറൻസ്. ഓക്കെ, ഇനി മറിച്ച് ഇവിടെ സം എടുക്കാൻ നേരമാണ്, അതായത് ടൈമിൻ്റെ സം എടുത്തിട്ടാണ് നമ്മൾ ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ ഈ താഴത്തെ S2 - S1 മാറി ഇവരുടെ സം വരും. ടൈമിൻ്റെ സം എടുക്കുവാണെങ്കിൽ അടിയിൽ സ്പീഡിൻ്റെ സം വരണം. ടൈമിൻ്റെ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ സ്പീഡിൻ്റെ ഡിഫറൻസ് വരണം. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. S1 3, S2 4, S2 - S1 4 - 3 1 ആൻഡ് 10 മിനിറ്റ് അല്ലേ ഡിഫറൻസ്. 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണ്? ബൈ 60 ചെയ്യണം, അവർ ആക്കണമെങ്കിൽ. അപ്പോൾ 10/60 ഹവേഴ്സ് ആയിരിക്കും. സോൾവ് ചെയ്യാൻ നേരം 2 കിലോമീറ്റർ ഓപ്ഷൻ 3 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഈ ഫോർമുല നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇത് രണ്ടും തിരിഞ്ഞു പോകാതെ ഇരിക്കണം. ഓക്കെ, ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ഉടനെ വരുന്നുണ്ട്, അപ്പോൾ അത് ചെയ്ത് വെച്ചേക്കാം. വേണ്ടേ, ഇത് ആ ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടതാണ്. ചെയ്തേ. എന്തോ പറയുന്നേ, ഒരാൾ എന്താ ഒരു സ്ഥലത്ത് എത്താനായിട്ട് 12 km/h സ്പീഡിൽ പോയപ്പോൾ അയാൾക്ക് എന്തോ എത്ര സമയത്തിലെത്തി. ആൻഡ് തിരിച്ച് ആ സെയിം ഡിസ്റ്റൻസ്, അതായത് AB എന്ന് പറയുന്ന അങ്ങോട്ട് പോയത് 12 km/h. ഈ സെയിം ഡിസ്റ്റൻസ് തിരിച്ചു വന്നത് എത്ര? 9 km/h. അതായത് ഇവിടെ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് അല്ലേ. ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ നേരത്തെ പറഞ്ഞതും ഈ പറഞ്ഞതുമായിട്ടുള്ള ഫോർമുല ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് അങ്ങോട്ട് ടു ആൻഡ് ഫ്രോ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റാണ്. ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് അതായത് സെയിം ആവുകയാണെങ്കിൽ നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യും. ഇവിടെ ഏത് ഉപയോഗിക്കണം? അടിയിൽ S1 + S2 വരുന്നത് ഉപയോഗിക്കണോ, S1 - S2 വരുന്നത് ഉപയോഗിക്കണോ? അത് തിരിച്ചറിയണമെങ്കിൽ ഇവിടെ ടോട്ടൽ ടൈം പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പോകാനെടുത്ത ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 2 hours 20 minutes. അതായത് 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 20/60 1/3 മണിക്കൂറായിരിക്കും. അതായത് 2 × 1/3 മണിക്കൂറായിരിക്കും ടോട്ടൽ ടൈം. അപ്പോൾ മിക്സഡ് ഫ്രാക്ഷൻ മാറ്റാൻ നേരം 7/3 hours ആയിരിക്കും ടോട്ടൽ ടൈം. ടോട്ടൽ ടൈം ആയതുകൊണ്ട് അടിയിൽ S1 + S2 വരുന്ന ഫോർമുല ഉപയോഗിക്കണം, S1 - S2 അല്ല. അപ്പോൾ S1 S2 എത്ര? 12 × 9 12 + 9 21 × 7/3 ടോട്ടൽ ടൈം ചെയ്യുമ്പോൾ ഫൈനലി ആൻസർ കിട്ടും. ഇവിടെ S2 - S1 വരണമെങ്കിൽ ഇങ്ങോട്ട് പോയ സമയത്തിൻ്റെയും ഇങ്ങോട്ട് വന്ന സമയത്തിൻ്റെയും ഡിഫറൻസ് ആയിരിക്കണം നമ്മൾ കണ്ടുപിടിച്ചേണ്ടിയിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 30 seconds. ഓക്കെ, അപ്പോൾ നോക്കിയേ, നമ്മൾ ക്രോസ് ചെയ്യാനെടുക്കുന്ന രണ്ടുപേരും മീറ്റ് ചെയ്യാനെടുക്കുന്ന സമയം അല്ലെ ക്രോസ് ചെയ്യാനെടുക്കുന്ന സമയം വെൻ ട്രാവലിംഗ് ടുവേർഡ്സ് ഈച്ച് അതർ അല്ലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അതിൻ്റെ ഒരു ഫോർമുല എന്താ? ഡിസ്റ്റൻസ് ബൈ റിലേറ്റീവ് സ്പീഡ്. അതായത് എയും ബി എപ്പോഴും ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന എയും ബിയും തുടക്കത്തിൽ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 15 kilometers ആണ്. അപ്പോൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര ഉണ്ടെന്ന് നോക്കണം, 15 ആണ്. അപ്പം അവർ ക്രോസ് ചെയ്യാനെടുക്കുന്ന സമയം ഇനിഷ്യൽ സെപ്പറേഷൻ ഡിസ്റ്റൻസ് ബൈ റിലേറ്റീവ് സ്പീഡ്. അപ്പോൾ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്പീഡ് എന്ന് എടുത്തു, ബിൻ്റെ സ്പീഡ് ബിന്ന് എടുത്തു. അപ്പം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ റിലേറ്റീവ് സ്പീഡ് സം ആയിരിക്കും. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ റിലേറ്റീവ് സ്പീഡാണ് ടൈം ടേക്കൺ ടു മീറ്റ് അല്ലെ ടൈം ടേക്കൺ ടു ക്രോസ് ചെയ്യുന്നത്. മുമ്പത്തെ സെയിം ഫോർമുല. അപ്പം 15/a+b എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ്? ഹാഫ് അവർ എന്ന് വെച്ചാൽ 1/2 മണിക്കൂർ. അപ്പം ഇത് ചെയ്യാൻ നേരെ a+b
30. രണ്ടുപേരുടെ സ്പീഡിൻ്റെ സമ്മ് 30 km/h കിട്ടും. ആൻഡ് ഡിസ്റ്റൻസ് ബൈ റിലേറ്റീവ് സ്പീഡ് ഇത് രണ്ടാമത്തെ കേസ്. എപ്പോൾ രണ്ടുപേരും സെയിം ഡയറക്ഷനിൽ സഞ്ചരിക്കും. അപ്പോൾ A - B = ആ ടൈമിൽ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം 2.5 മണിക്കൂറാണ്. 2.5 മണിക്കൂർ എന്ന് വെച്ചാൽ 5/2 hours ആണ്. ഇത് സോൾവ് ചെയ്യാൻ നേരം A - B 6 എന്ന് കിട്ടും. ഇക്വേഷൻ 1 ഇക്വേഷൻ 2 രണ്ടും കൂടെ ആഡ് ചെയ്യാൻ നേരം 2/36 വരും. A എത്ര വരും? 18 km/h വരും. അത് ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടെങ്കിൽ അത് ആൻസർ മാർക്ക് ചെയ്യുക. രണ്ടെണ്ണത്തിൽ ഫാസ്റ്റർ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്തായാലും 18 ഏറ്റവും കൂടിയ വാല്യൂ അല്ലേ ഏറ്റവും ഫാസ്റ്റർ എന്ന് ഉദ്ദേശിച്ചേക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടിയ വാല്യൂ ഓപ്ഷനിൽ 18 തന്നെ. അപ്പം നമുക്ക് ആൻസർ ഓപ്ഷൻ 2 ആയിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 30 seconds. Late by 18 minutes. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ഡിസ്റ്റൻസ് = S1 S2 by S2 - S1 ഇൻറ്റു ടൈം ഡിഫറൻസ്. കാരണം ഇവിടെ ആദ്യത്തെ കേസിലെടുത്തത് T+10 മിനിറ്റ്. അതായത് അയാൾ ഹോമിൽ നിന്ന് ഓഫീസ് വരെ റെഗുലറായിട്ട് എത്തേണ്ടിയിരുന്ന സമയം, ഷെഡ്യൂൾഡ് ടൈം എന്ന് പറയുന്നത് ഓൺ ടൈം ആവണമെങ്കിൽ T സമയം കൊണ്ട് എത്തണമായിരുന്നു. പക്ഷേ അയാൾ ആദ്യത്തെ കേസിൽ 10 മിനിറ്റ് താമസിച്ചു. എപ്പോൾ 24 km/h പോയപ്പോൾ അയാൾ 10 മിനിറ്റ് താമസിച്ചു. രണ്ടാമത്തെ കേസിൽ അയാൾ 30 km/h പോയി, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാൾ എത്തേണ്ട സമയത്തേക്കാൾ ആദ്യത്തെ സമയം 30 km/h സ്പീഡ് കൂടി പോയപ്പോൾ അയാൾ എത്തേണ്ട സമയത്തേക്കാൾ 10 മിനിറ്റ് താമസിച്ചു. ഇനി അയാൾ സ്പീഡ് കുറയ്ക്കുക. രണ്ടാമത്തെ കേസിൽ അയാൾ 24 km/h പോവായിരുന്നെങ്കിൽ അയാൾ എത്ര മണിക്കാണോ എത്തേണ്ടിയിരുന്നത്, എത്ര ടൈമിനുള്ളിലാണോ എത്തേണ്ടിയിരുന്നത്, അതിനേക്കാൾ 18 മിനിറ്റ് ലേറ്റ് ആയേനെ. അപ്പോൾ ഈ രണ്ട് സമയങ്ങളുടെ ഡിഫറൻസ് എത്ര? 18 - 10 8 മിനിറ്റ് ആയിരിക്കും രണ്ട് കേസിലെയും ടൈമിൻ്റെ ഡിഫറൻസ്. അപ്പോൾ ടൈം ഡിഫറൻസ് അല്ലേ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പം S1 S2 by S2 - S1 ഇൻറ്റു ടൈം ഡിഫറൻസ് എന്നുള്ള ഫോർമുല ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നേരം ഫൈനലി 16 ആയിരിക്കും. പെട്ടെന്ന് വെട്ടിപ്പോകുന്ന സെയിം പ്രോബ്ലം, സെയിം ടൈപ്പ് പ്രോബ്ലം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ചെയ്യാൻ നേരം ഒരു ഫോർമുല പഠിച്ചു വെക്കണം. അതായത് ഒരു വസ്തു, ഒരു കാറോ ഒരു ട്രെയിനോ ഒരു ഓബ്ജക്റ്റ്, മൂവിങ് ഒബ്ജക്റ്റ് നിർത്താതെ പോകുമ്പോൾ ഉള്ള സ്പീഡും നിർത്തി പോകുമ്പോൾ ഉള്ള സ്പീഡും തന്നിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റ് നിർത്തിയിട്ടുണ്ട്, ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റ് നിർത്തിയിട്ടുണ്ടെന്ന് അറിയാനായിട്ട് സ്റ്റോപ്പേജ് ടൈം വിത്തൗട്ട് സ്പീഡ്, അതായത് വിത്തൗട്ട് സ്റ്റോപ്പേജ് സ്പീഡ് മൈനസ് വിത്ത് സ്റ്റോപ്പേജ് സ്പീഡ് ബൈ വിത്തൗട്ട് സ്റ്റോപ്പേജ് സ്പീഡ് ഇൻറ്റു 60. അപ്പോൾ ചെയ്യാൻ നേരം നിർത്താതെ പോകണം 80 km/h, നിർത്തി പോവാണ് 60 km/h ആണ് അയാളുടെ ആവറേജ് സ്പീഡ്. അപ്പോൾ 80 - 60 by 80 × 60 ചെയ്യാൻ നേരം 15 മിനിറ്റ്സ് ഓരോ അവറിലും അയാൾ ഒരു മണിക്കൂറിൽ അയാൾ മൊത്തത്തിൽ 15 മിനിറ്റ്സ് നിർത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കിട്ടി. ഓപ്ഷൻ 2 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്ന. ഈ ഫോർമുലയിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 30 seconds.
ഓക്കെ, അപ്പം നോക്കിയേ, ടൈം ടേക്കൺ ടു മീറ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ റിലേറ്റീവ് സ്പീഡാണ്. അപ്പം ഡിസ്റ്റൻസ് നമുക്കറിയത്തില്ല, കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് ബൈ ഇവരുടെ റിലേറ്റീവ് സ്പീഡ് എന്ത് വരും? രണ്ട് ആൾക്കാർ റണ്ണേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ടുവേർഡ്സ് ഈച്ച് അതറാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഓടാൻ നേരം റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് അവരുടെ ഇൻഡിവിജ്വൽ സ്പീഡിൻ്റെ സമ്മ് വരും. 12ഉം എത്ര? 12ഉം അപ്പുറത്തുള്ള 16ഉം കൂടെ കൂട്ടുമ്പോൾ 28 ആയിരിക്കും റിലേറ്റീവ് സ്പീഡിൻ്റെ സമ്മ്. ആൻഡ് ടൈം ടേക്കൺ ടു മീറ്റ് എത്ര പറഞ്ഞേക്കുന്നത്? 1 hour and 30 minutes, അതായത് 1.5 മണിക്കൂർ. 1.5യുടെ ഫ്രാക്ഷൻ എത്ര? 3/2. അപ്പോൾ ടൈം ടേക്കൺ ടു മീറ്റ് 3/2 ആണ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ റിലേറ്റീവ് സ്പീഡ്. അപ്പോൾ ഇത് വെട്ടി ഫൈനൽ 2 കൊണ്ട് വെട്ടാൻ നേരം 14 × 3 ഫൈനലി 42 കിലോമീറ്റർ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ 1 കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 30 seconds, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കറിയാം, നോക്കി, 2 ട്രെയിനുണ്ട്. അവർ ക്രോസ് ചെയ്യാനെടുത്ത സമയം തന്നിട്ടുണ്ട് 15 സെക്കൻഡ്. അവരുടെ രണ്ടുപേരുടെ, അപ്പം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ടൈം ടേക്കൺ ടു ക്രോസ് ഈച്ച് അതർ വെൻ ഇറ്റ് കംസ് ടു ട്രെയിൻ ആണെങ്കിൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അവർ തമ്മിൽ ഒരുമിച്ച് കവർ ചെയ്ത ഡിസ്റ്റൻസ് ബൈ അവരുടെ റിലേറ്റീവ് സ്പീഡ്. അപ്പോൾ ഇവിടെ മൂവിങ് ടുവേർഡ്സ് ഈച്ച് അതറാണ്. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ട്രെയിൻസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അവർ കവർ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് രണ്ടുപേരുടെയും ട്രെയിനിൻ്റെ ഇൻഡിവിജ്വൽ ലെങ്ത്തിൻ്റെ സമ്മായിരിക്കും. ഈ ട്രെയിൻ ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന നേരം ഇതിനെയും മറികടക്കും, ഇതിനെ മറികടക്കാൻ നേരം ഇതിൻ്റെ ലെങ്ത്തും മറികടക്കും. അപ്പോൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കവർ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അവരുടെ രണ്ടുപേരുടെയും ലെങ്ത്തിൻ്റെ സമ്മായിരിക്കും. ലെങ്ത് ഓഫ് എ പ്ലസ് ലെങ്ത് ഓഫ് ട്രെയിൻ ബി ബൈ അവരുടെ റിലേറ്റീവ് സ്പീഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് 15 സെക്കൻഡ് ടൈം ടേക്കൺ ടു മീറ്റ് കിട്ടുന്നത്. അപ്പോൾ റിലേറ്റീവ് സ്പീഡ് എന്തായിരിക്കും? അപ്പോൾ ലെങ്ത്, രണ്ടുപേരുടെയും ലെങ്ത്തിൻ്റെ സമ്മ എങ്ങനെ കണ്ടുപിടിക്കും? റിലേറ്റീവ് സ്പീഡ് എപ്പുറത്തുകൊണ്ട് മൾട്ടിപ്ലൈ 15 × റിലേറ്റീവ് സ്പീഡ്. അപ്പോൾ റിലേറ്റീവ് സ്പീഡ് ഇവിടെ എത്ര വരും? 50 + 58 എത്ര? 108 km/h എന്ന് വരും. അതായത് രണ്ടുപേരുടെ ലെങ്ത്തിൻ്റെ സമ്മ എന്ന് പറയുന്നത് ഇങ്ങോട്ട് എഴുതാണ്, 15 × 108 km/h ആണ്. അതിനെ m/s ആക്കണമെങ്കിൽ × 5/18 ചെയ്യണം. അപ്പോൾ ഇതും വെട്ടി 6 വരും. 6 × 5 30, 15 × 30 450 മീറ്റർ എന്ന് വരും. ഓക്കെ, ഇനി നോക്കിക്കേ, ലെങ്ത് ഓഫ് ട്രെയിനെ എത്ര ആണോ അതിൻ്റെ 3 ഇരട്ടി ലെങ്ത് ആയിരിക്കും ലെങ്ത് ഓഫ് ട്രെയിൻ ബി എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ലെങ്ത്തിൻ്റെ റേഷ്യോ എത്ര വരും? 1:3. അതായത് ലെങ്ത് ഓഫ് ട്രെയിനെ 1x ആണെങ്കിൽ ലെങ്ത് ഓഫ് ട്രെയിൻ ബി 3x ആണ്. ടോട്ടൽ 1 + 4 4x ആണ് ടോട്ടൽ ലെങ്ത് LA + LB എന്ന് പറയുന്നത്. എത്ര? 450 മീറ്റർ. അങ്ങനെയെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ട്രെയിനെ അല്ല ചോദിച്ചേക്കുന്നത്, അത് എത്ര എക്സാ? 1x. അപ്പോൾ 1x എന്ന് പറഞ്ഞാൽ 450/4 ചെയ്യാൻ നേരം പാതിയുടെ പാതി 450ൻ്റെ പാതി 225, 225ൻ്റെ പാതി 120, 110, 2.5 112.5. അപ്പോൾ 112.5 മീറ്റർ ഓപ്ഷൻ 2 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് പ്രോബ്ലംസ് ഓൺ ട്രെയിൻസ് ആണ്. ഇത് ഈ സെയിം ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് സെക്ഷൻസുമായിട്ട് കാണാം. അതുവരേക്കും സോറി, ഒരു കാര്യം പറയണ്ടേ, സോറി ഫ്രഷ് ആയിട്ട് കേൾക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു, കുറേ പേര് എനിക്ക് സെപ്പറേറ്റ് നമ്മുടെ സ്റ്റുഡൻസ് തന്നെ ബേസിക് കംപ്ലീറ്റ് ചെയ്യാത്ത കുറച്ച് സ്റ്റുഡൻസ് എനിക്ക് ക്വസ്റ്റ്യൻസ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ആദ്യമേ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്, ബേസിക് കംപ്ലീറ്റ് ചെയ്യാത്തവരെ കണ്ടില്ല. കാരണം ഇനിയിപ്പോൾ എക്സാമിൻ്റെ ടൈമാണ്. അപ്പോൾ നമ്മൾ ബേസിക്സ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 3 CGL വേക്കൻസി കൂടുതലുണ്ടെങ്കിലും കോമ്പറ്റീഷൻ കൂടി 30 വയസ്സ് വരെയുള്ള ആൾക്കാർ വരുന്ന എക്സാം. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഈ 3 മാസം കൊണ്ട് മറ്റേ പണ്ടത്തെ എൻട്രൻസ് കോഴ്സ് പോലെ പഠിച്ച് പാസ്സാവാൻ പറ്റില്ല. ഇത് ജോലി കിട്ടുന്ന എക്സാമാണ്, അല്ല നമുക്ക് ജസ്റ്റ് കോളേജ് എൻട്രൻസിന് വേണ്ടിയുള്ളതല്ല. അപ്പം റിയാലിറ്റിയിൽ കുറച്ച് നിങ്ങൾക്ക് പഠിച്ചാൽ കിട്ടുന്നതേ ഉള്ളൂ, പക്ഷേ നിങ്ങൾക്ക് ഒറ്റയടിക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പം സ്പീഡ് മോക്കിൻ്റെ ടൈമാണ്. കുറേ സ്പീഡ് കൂട്ടി കുറച്ച് ബേസിക്സ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യേണ്ട ടൈം. അപ്പോൾ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ആദ്യം ഈ ചാപ്റ്റർ ഇപ്പം പെർസെൻറ്റേജ് പഠിച്ചു തീർക്കുക. എന്നിട്ട് അതിൻ്റെ നമ്മുടെ പ്ലേലിസ്റ്റ് ആക്കി ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, അത് പോയി വാച്ച് ചെയ്യുക, സ്പീഡ് ടെസ്റ്റ് ചെയ്യുക. 2 ചെയ്യുമ്പോൾ സ്പീഡ് ഇൻക്രീസ് ആവാനായിട്ട് കുറേ സ്പീഡ് മോക്ക് ചെയ്യുക.
അപ്പോൾ നമ്മൾ 2 ആയിരിക്കും പോകുന്നത്, അത്യാവശ്യം ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനും കൂടെ വേണ്ടിയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ പുതിയ മെത്തേഡ് ഉണ്ടെങ്കിൽ കാണുമ്പോൾ പഠിച്ചെടുക്കുക, അത് എഴുതി വെക്കുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുക, എഴുതിയെടുക്കുക. അല്ലാത്തപ്പോൾ സ്പീഡ് നോട്ട് ചെയ്യുക. ആൻഡ് റെക്കോർഡ് സെഷൻ നിങ്ങളിപ്പോൾ കാണുന്ന റെക്കോർഡ് സെഷൻ ആയിരിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ത്രൈവ് ചെയ്ത് ഗ്രോ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളും കോമ്പറ്റീഷനിലുണ്ട്, ഒട്ടും പുറകിലല്ല എന്ന് കാണിക്കണമെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസ് അവിടെ മാർക്ക് ചെയ്യണം. അപ്പം നിങ്ങളുടെ അതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിക്കണം. ആൻസർ കമൻറ്റ് ചെയ്യണം. ലൈവായിട്ടാണെങ്കിൽ തന്നെ നിങ്ങളുടെ അക്കാഡമിക് റിലേറ്റഡ് ഡൗട്ട്സും ചോദിക്കുക. അപ്പം നിങ്ങൾ ആൻസർ കുറച്ച് ലേറ്റ് ആയാലും കമൻറ്റ് ചെയ്യണം. കാരണം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡൾ സെഷനായിട്ട് പോകും. നിങ്ങൾ മാക്സിമം റെസ്പോണ്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമ്മൾ എഫക്റ്റീവായിട്ട് നമുക്ക് 30 മിനിറ്റ് യൂസ് ചെയ്യാം. അപ്പം കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇൻ കേസ് ഇവിടെ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഓരോന്നിൻ്റെ ബേസിക് സർക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ടോപ്പിക്കിൻ്റെ സ്പീഡ് മോക്ക് കംപ്ലീറ്റ് ചെയ്യുക. മറിച്ച് ഫ്രഷ് ആയിട്ട് കാണുന്നവരാണ്, നിങ്ങൾക്ക് അഡ്മിഷൻസ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിലായിരിക്കും ഫസ്റ്റ് ക്ലാസ്സസ് എല്ലാ ടോപ്പിക്സിൻ്റെയും, പിന്നെ അതിൻ്റെ വർക്കൗട്ട് സെഷൻ, ബേസിക് സർക്കിൾ, അത് കഴിഞ്ഞ് എക്സ്ട്രീം സർക്കിൾ, കുറച്ചുകൂടി ലെവൽ കൂടിയ സെഷൻ ആൻഡ് സൂപ്പർ ബാച്ച്, ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബാച്ച് ആയിരിക്കും. പിന്നെ റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാമിൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വർക്കൗട്ട് സെഷൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. ആൻഡ് മോക്ക് ഇൻ്റർവ്യൂ ആയിരിക്കും 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിൻ്റെ ഫൈനൽ സ്റ്റേജ്. അതിൽ ബാങ്ക് എക്സാംസിൻ്റെ ഫൈനൽ സെക്ഷൻ അല്ലെങ്കിൽ സ്റ്റേജ് എന്ന് പറയുന്ന ഇൻ്റർവ്യൂ ആയിരിക്കും. അതിൻ്റെ അവയർനെസ്സും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഓഫ്ലൈനും ഓൺലൈനും, നിങ്ങൾക്ക് ഓഫ്ലൈൻ ആണെങ്കിൽ കുറച്ചുകൂടെ ലൈവായിട്ട് ഇൻട്രാക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. മറിച്ച് ഓൺലൈൻ ആണെങ്കിലും ലൈവ് ഇൻട്രാക്ഷൻ ത്രൂ സൂം ആപ്പോ അല്ലെങ്കിൽ Gmeet ആപ്പിലോ വഴിയായിരിക്കും. ബട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.